ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്കേ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കട്ടോ. ഇന്നിതാ രാവിലെ എണീറ്റ് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഐശ്വര്യമായിട്ട് അടുപ്പൊക്കെ കത്തിച്ച് അങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിതാ അടുപ്പൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. അടുപ്പിപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കത്തി കിട്ടും. ചെറിയ ചുള്ളി വിറക് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തിട്ട് ചകിരിയും വെച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പം കത്തും കേട്ടോ. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാവട്ടെ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടുപ്പ് കത്തിക്കാൻ പോയാൽ കയ്യുമ്മ എപ്പോഴും കരിയാവും. അപ്പോൾ കൈയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ കയ്യുമ്മ കരിയാവണത് ഭയങ്കര മടിയാണ്, കുറേ മുന്നേ കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്ക് അടുപ്പ് കത്തിക്കണത് ഇഷ്ടമാണ്. പിന്നെ ഈ വിറക് കത്താത്ത വിറക് ഉണ്ടാവില്ല, അപ്പോൾ അതിങ്ങനെ ഊതി വീർപ്പിച്ചിരിക്കുമ്പം അതൊരു മടിയാണ്. ഈ വേനൽക്കാലം ആകുമ്പോൾ അടുപ്പ് കത്തിക്കണത് ഇഷ്ടമാണ് കേട്ടോ. കാരണം വിറകൊക്കെ എളുപ്പം കത്തും, അടുപ്പ് കത്തി നല്ല രീതിയിൽ തന്നെ വേഗം വെന്ത് കിട്ടും. നേരെ മറിച്ച് മഴക്കാലത്താണെങ്കിൽ കത്തിച്ചാലാണ് കത്തി കിട്ടൂല. പിന്നെ അതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിടാം കേട്ടോ. ജനലൊന്ന് തുറന്നിട്ടാൽ തന്നെ ഒരു സമാധാനമാണ്. നമ്മൾ കിച്ചണ് താഴെയും കൂടി ആകുമ്പോഴേ ഒരു ഒച്ചയും വിളിയും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങോട്ട് താഴെ ഭാഗത്തേക്ക് ഇതേപോലെ ജനലൊക്കെ തുറന്നിടുമ്പോൾ പിന്നെ അതിലേക്ക് ആ ഭാഗത്ത് കൂടെയൊക്കെ അങ്ങനെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ഓരോ കാണും. അതേപോലെ പട്ടാളിയും പൂച്ചാളിയൊക്കെ കാണാം കേട്ടോ. നേരെ മറിച്ച് വാതിലും ജനലൊക്കെ അടച്ചിട്ടാണ്ട് കുക്ക് ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. ഞാനതാണ് നേരെ നല്ലോണം വെളുത്തിട്ട് കിച്ചണിക്ക് വരുന്നത്. അത്യാവശ്യം കുറച്ച് നേരത്തെ തന്നെ എണീക്കും. പിന്നെ നമ്മൾ നമസ്കാരം നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിക്ക് വരുള്ളൂ. അപ്പോൾ തന്നെ വെളിച്ചം വെക്കും ചെയ്യും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മൈദയും റാവിയും വെച്ചിട്ടുള്ള ദോശ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മൈദ ഒരു ബൗൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് റാവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. മുട്ടയും കൂടെ ചേർക്കുമ്പോൾ ഈ ഒരപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതാ ഒരു കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയൊക്കെ കൂടെ. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ അപ്പത്തിന് മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് മാവ് ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ചായക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടേനും. അപ്പോൾ ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താണ്ട് ചായ വാങ്ങി വെക്കുന്നുണ്ട്. കട്ടൻ ചായ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പാല് കിട്ടണമെങ്കിൽ കുറച്ച് സമയമാവും. അപ്പോൾ വൈകുന്നേരം പാൽ ചായ ഉണ്ടാക്കും, രാവിലെ കട്ടൻ ചായയാണ് കേട്ടോ. അങ്ങനെ അതാ വെള്ളമൊക്കെ ഇതിക്ക് ഞാൻ വീണ്ടും കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ട് മാവ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. റവ ചേർത്തതുകൊണ്ടേ ഒന്ന് കുതിരണം റവ, അല്ലെങ്കിൽ പിന്നെയും നമ്മളത് നോക്കുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റായിട്ടുണ്ടാവും മാവ്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവൊക്കെ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ റവ ഒന്നും ഇങ്ങോട്ട് കുതിരട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പിന്നെ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിനി. അപ്പോൾ അതിൽ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നല്ല തിളച്ച വെള്ളം കൊണ്ട് ഒന്നും കൂടെ കഴുകിയിട്ട് അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് എളുപ്പം വേവും. പിന്നെ അപ്പോൾ അതാ തീയൊക്കെ നല്ലോണം കത്തിച്ച് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് തീ എത്തിച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അപ്പം ചുട്ടെടുക്കാണ് കേട്ടോ. അപ്പോൾ അപ്പം ചുടാൻ അതാ നമ്മളെ ഇപ്പോൾ പുതിയ പാൻ കിട്ടിയതാണല്ലോ. അപ്പോൾ എപ്പോഴും ഇപ്പം തന്നെ കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യൽ. എന്തെങ്കിലും പുതിയത് കിട്ടിയാൽ പിന്നെ അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് നമ്മളെ വീട്ടമ്മമാരുടെ സ്വഭാവം അതാണല്ലേ. എനിക്ക് അങ്ങനെ കേട്ടോ. പുതിയ പാത്രങ്ങൾ കിട്ടിയാൽ പിന്നെ അതിൽ തന്നെ കറൻറ്റ് കുക്കിങ്. പിന്നെ ഈ ഒരു ദോശച്ചാട്ടി എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുമുണ്ട്. അങ്ങനെയുണ്ടല്ലോ, നമുക്ക് നല്ലോണം ഇഷ്ടമാവണത് നമ്മൾ എപ്പോഴും അതിനെ യൂസ് ചെയ്യും. അപ്പോൾ ഞാനിതേക്ക് എണ്ണയൊക്കെ ഇങ്ങോട്ട് തടവി കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് മാവ് ഇതേപോലെ ഒഴിച്ചിട്ട് നമ്മൾ ദോശയൊക്കെ പരത്തിയെടുക്കണ പോലെ പരത്തിയെടുക്കുന്നുണ്ട്. നല്ലൊരു ചട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ആവശ്യമുള്ളവർ റസീന 12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഇതൊരു കോംബോ കിറ്റിൽ വന്നതാണ്. ഇതുപോലെ ഒരു ദോശപ്പാൻ ഉണ്ടായിനും, അതേപോലെ തന്നെ ഒരു ഫ്രൈ പാന്, പിന്നെ ചെറിയൊരു കുഞ്ഞിച്ചട്ടി അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കടായി ഉണ്ടായിന് കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ചീനച്ചട്ടി ഉണ്ടല്ലോ. അപ്പം അധികം സ്നാക്സൊക്കെ ആയി തന്നെയാണ് ഉണ്ടാക്കൽ. സ്നാക്സ് ഉണ്ടാക്കാനും ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ അതിനെ കേട്ടോ യൂസ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ കോംബോ കിറ്റായിട്ട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം. അപ്പോൾ ഞാനിതവിടെ അപ്പൊക്കെ ചുട്ടെടുത്ത് നമ്മൾ ഐഫുക്കുട്ടിക്ക് അപ്പം ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിന്നർക്കുള്ള ഗിഫ്റ്റ് ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അവർ കോൺടാക്ട് ചെയ്തിനി, അഡ്രസ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല തിരക്കിലേനി. നമ്മളെ ഹോം ഷോപ്പത്തെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യലും അത് കൊണ്ട് കൊടുക്കലൊക്കെ ആയിട്ട് നല്ല തിരക്കിലേനി. അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ കൊറിയർ ഓഫീസിക്ക്. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് ഞാൻ അത് അയക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്
ചപ്പാത്തിയാണ്. അപ്പോൾ തലേ ദിവസത്തെ ചപ്പാത്തി കേട്ടോ, രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതിന്. അപ്പോൾ അത് ബാക്കി ഉണ്ടേനി. അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ട്, വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ അതാണ് കേട്ടോ കഴിക്കണത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ആ ചട്ടിയിലിട്ടിട്ടാണ് ചപ്പാത്തി ചൂടാക്കണത്. അപ്പോൾ ചട്ടി നല്ല ചൂടുള്ളതുകൊണ്ടേ ഫ്ലെയിം ഓൺ ആക്കണം എന്നില്ല. കുറേ നേരം ആ ചട്ടി അങ്ങനെ ചൂടുണ്ടാവും. പിന്നെ ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ടക്കറി ആട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതിനുള്ള സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂണൊക്കെ മതി കേട്ടോ. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. സിമ്പിളാണ് കേട്ടോ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 സവാള കേട്ടോ ഞാൻ എടുത്തത്, വലിയ സവാളേനും. അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം വഴറ്റിയെടുക്കണില്ല, ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് മസാലപ്പൊടികൾ ചേർക്കുക. സിമ്പിൾ കറിയാണ് പറഞ്ഞാൽ അത്രയും സിമ്പിളാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാൻ. അങ്ങനെ ഉപ്പിട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കണില്ല. അതേപോലെ ഗരം മസാല ചേർക്കണമെങ്കിൽ ഗരം മസാലയും ചേർക്കുക. ഞാൻ വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മസാലപ്പൊടികൾ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. കുറേ നേരം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ, ജസ്റ്റ് ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി ഒരു പച്ചമുളക് കേട്ടോ, അതും കട്ട് ചെയ്തിട്ട് അതും അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചുകൊണ്ട് ഞാൻ പിന്നെ അതിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചെറിയ തീയിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ആ സവാളയിലും തക്കാളിയിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് ആ പാത്രത്തേക്ക് 4 എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എഗ്ഗ് പുഴുങ്ങലും ആയി, കറിയായി, ഒറ്റ ട്രിപ്പ് തന്നെ ആവും കേട്ടോ. ഇനി ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടും ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ എഗ്ഗും തന്നെ ആ ഒരു സമയത്ത് തന്നെ പുഴുങ്ങി കിട്ടും ചെയ്യും. അപ്പോൾ സിമ്പിളല്ല ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാട്ടോ ഒറ്റ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേ, മുട്ടിട്ട് കൊടുക്കുന്ന പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത് നിറയെ ഒഴിക്കരുത്. നിറയെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആ വെള്ളം ഇങ്ങനെ തിളക്കുമ്പോൾ നമ്മൾ കറിക്ക് വെള്ളമാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഇതേപോലെ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ, ഒറ്റ മുട്ടയും പൊട്ടി പോവില്ല, നല്ല വൃത്തിയിൽ മുട്ട കിട്ടും ചെയ്യും. മുട്ട നമ്മൾ വേറെ പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് പിന്നെ കുറച്ച് കറി മതി, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെങ്കിൽ വലിയ കുക്കറൊക്കെ എടുക്കുക കേട്ടോ. ഞാൻ അധികം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു ചെറിയ കുക്കർ തന്നെയാണ് ഉണ്ടാക്കൽ. ഉച്ചക്കൊക്കെ കറിക്കാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഒക്കെ നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അപ്പം കുറച്ച് കറി മതി. അപ്പോൾ മുട്ട ഞാനൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഒന്ന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ആ എണ്ണയൊക്കെ നമ്മൾ ഫസ്റ്റിൽ ചേർത്തല്ല, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെയെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിൾ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതുപോലെ അപ്പത്തിൻ്റെ കൂടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിക്കാണ് ഏറ്റവും എളുപ്പം. അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടൊക്കെ ഉള്ള നല്ലൊരു റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സവാളയും തക്കാളിയൊന്നും കുറേ സമയം വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. അതേപോലെ എഗ്ഗ് പുഴുങ്ങുമ്പോഴും എളുപ്പത്തിൽ നമുക്ക് എഗ്ഗ് പുഴുങ്ങലും കറിയും ഒറ്റ ട്രിപ്പ് തന്നെ ആയി കിട്ടുമല്ലോ. അങ്ങനെ അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയപ്പം മഞ്ജുമോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓൾക്ക് സ്കൂൾക്ക് പോകാനായിട്ടുണ്ട് സമയം. അപ്പോൾ ഈ ഒരു മൈദ ദോശയും ഇതേപോലെയുള്ള മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, ഇടയ്ക്ക് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മഞ്ജുമോൾക്ക് കൊടുത്തു. ചിഞ്ചുമോൾക്ക് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഇല്ല കേട്ടോ. അവൾക്ക് എക്സാമൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലീവൊക്കെയാണ്. അങ്ങനെ മഞ്ജുവിന് ചായ കൊടുത്തു. ഐഫുക്കുട്ടി മദ്രസക്ക് പോയിട്ടുണ്ട്. റിച്ചുമോൻ ഇപ്പോൾ മദ്രസിട്ട് വരാനായി. ചിഞ്ചുമോൾ പിന്നെ വീട്ടിലുണ്ടാകുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്കാണെങ്കിലോ ബ്രേക്ക്ഫാസ്റ്റ് ആയ അപ്പം തന്നെ കഴിക്കണം. എനിക്ക് അപ്പോത്തിന് തുടങ്ങും വയറിൻ്റെ ഉള്ളിൽ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞ് ഇങ്ങനെ വിളിയാളം വരില്ല കേട്ടോ. വിശപ്പ് നല്ല വിശപ്പാണ്. ഒന്നേറെ എന്താ പറയുക, ഇപ്പോൾ രാത്രി ഫുഡ് കഴിക്കൽ കുറവാണ്. രാത്രി കുറച്ച് ചോറാണെങ്കിൽ കുറച്ചേ കഴിക്കുള്ളൂ. ഇന്നലെ ചപ്പാത്തി ആയിട്ട് കഴിച്ചിരിക്കണ്. ചപ്പാത്തി കഴിച്ചാൽ ശരിക്കും എനിക്ക് വയറെന്ന് അറിയില്ല. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ചോറ് ഞാനിങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വെയിറ്റൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഷുഗറൊക്കെ ഉണ്ടാവും എന്നുള്ള പേടിയാണ് കേട്ടോ ഒന്നാമത്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല തടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ നമ്മൾ പണികളൊന്നും ചെയ്യാൻ കഴിയില്ല. കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക്
ജോലി ഉണ്ടല്ലോ ചെയ്യാൻ അത്യാവശ്യം. അപ്പോൾ ശരീരത്തിന് വ്യായാമം കാര്യങ്ങളൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ അങ്ങനെ കൺട്രോൾ ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മഞ്ജുമോൾക്കുള്ള ചോറാക്കി കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മുട്ടക്കറിയില്ലേ അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ഇല്ല. അച്ചാറൊക്കെ ഉണ്ട്, അച്ചാറൊന്നും ഓൾ കൊണ്ടുപോകില്ല. പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇനി ഇന്നത്തെ കുക്കിംഗ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കില്ല. ഉച്ചയ്ക്ക് ഇപ്പം അതൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് ഞാനും ഫുഡ് കഴിക്കുക. പിന്നെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. വൈകുന്നേരം മീനൊക്കെ വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുട്ടികൾ വൈകുന്നേരത്തിനല്ലേ പിന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ പാത്രങ്ങൾ കണ്ടോ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പാത്രങ്ങൾ കഴുകാൻ. അപ്പോൾ പാത്രമൊക്കെ കഴുകി ഞാൻ സിങ്കിലിട്ടേക്കിനി ഇനി ഒക്കെ ഒന്ന് കഴുകി വെക്കണം. ഒക്കെ ഉരച്ചിട്ടതാണ് കേട്ടോ. പിന്നെ അവിടെ താഴെ തൊടിയിൽ പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മറ്റുള്ള പണിയെടുക്കുന്നത് കാണും. നമ്മളെപ്പോലെയുള്ള സ്ത്രീകളാണ് കേട്ടോ അവിടെ പണിയെടുക്കുന്നത്. തെങ്ങിന് തടം തുറക്കുക, അതേപോലെ തെങ്ങിന് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നമ്മളവിടെ ഉള്ള ആൾക്കാരല്ല കേട്ടോ, അന്യ സംസ്ഥാനക്കാരാണ്. അപ്പം വെള്ളത്തിനൊക്കെ വരലുണ്ട് ഇങ്ങോട്ട്. ഞാൻ വെള്ളമൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. ചിലപ്പം ചായൻ്റെ കടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. ഒരു കഴിക്കലും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൊടുത്താലും കഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് സ്റ്റോക്ക് റൂമിൽ പോകണ്ടേനി. അങ്ങനെ സ്റ്റോക്ക് റൂമിൽ പോയി ഒരു 2-3 ആൾക്കുള്ള സാധനങ്ങളും കൂടെ കൊടുക്കാണ്ടേനി. അപ്പോൾ അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചു. അന്നത്തെ ദിവസം തന്നെ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഒക്കെ വേഗം പാക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. റാഗി സേമിയം, ക്യാരറ്റ് സേമിയം, ഫുഡ് ഐറ്റംസും ക്ലീനിങ് ഐറ്റംസും ഒക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ. പിന്നെ വേഗം ഒക്കെ പാക്ക് ചെയ്ത് അത് അപ്പം തന്നെ കൊണ്ടു കൊടുത്തു. കരലായിലുള്ള ആൾക്കാർക്ക് ഇനി കൊടുക്കാനുള്ളത് അങ്ങനെ കൊടുത്തു. പിന്നെ ഞാൻ വീട്ടിൽ പോയി പനിമാനിയൊക്കെ കണ്ടു. ഉപ്പാക്ക് സുഖമല്ല കേട്ടോ, ഉപ്പാക്ക് പനിയാണ്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ടേ കൊടുത്തു ഉപ്പാക്ക്. അങ്ങനെ കുറച്ച് നേരം പനിയായിട്ട് അവിടെ വർത്താനം പറഞ്ഞിരുന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്